ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പഴയ ഒരു സിനിമയുണ്ട്. വളരെ രസകരമായ തമാശയുള്ള ഒരു സിനിമയാണത്. ആ സിനിമയിൽ മുട്ടത്തലേന്റെ രൂപമുള്ള ഒരു പ്രതിമ പ്രധാന കഥാപാത്രമാണ്. കാണാൻ ഭംഗിയുള്ള ഈ പ്രതിമ കൗതുകം തോന്നി ആരെങ്കിലും സ്വന്തമാക്കുകയോ അവർ വീട്ടിൽ വെക്കുകയോ ചെയ്താൽ അതോടുകൂടി അവൻ നശിച്ച് നാറാണക്കല്ലടിക്കും. അപകടങ്ങളും സാമ്പത്തിക തകർച്ചയും തുടങ്ങി സകല കഷ്ടകാലങ്ങളും ഈ പ്രതിമ മൂലം അയാൾക്ക് സംഭവിക്കും. ഇതാണ് ആ സിനിമയുടെ ഒരു ടോട്ടൽ ഇതിവൃത്തം. ജഗതിയുടെ കൈവശം എത്തുന്ന ഈ പ്രതിമ ഒഴിവാക്കാൻ വേണ്ടി ജഗതി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് സിനിമയുടെ കഥ നീളുന്നത്. എന്നാൽ ഈ പ്രതിമ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അഥവാ ജഗതി ആരെങ്കിലും ഏതെങ്കിലും കള്ളം പറഞ്ഞു കൊടുത്താൽ പോലും ഉടൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ഈ പ്രതിമ തിരിച്ച് ജഗതിയുടെ കയ്യിൽ തന്നെ എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ കഥ പുരോഗമിക്കുമ്പോൾ ജഗതി ഏതോ വീടിന്റെ തട്ടുംപുറത്ത് മറ്റോ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രതിമ. എന്നാൽ ഈ പ്രതിമയ്ക്കുള്ളിൽ വലിയ ഡയമണ്ടിന്റെ ഒരു ശേഖരമുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നതോടെ ആ പ്രതിമ തിരിച്ചെടുക്കാൻ വേണ്ടി ഇയാൾ ഈ കെട്ടിടത്തിൽ എത്തുമ്പോൾ ആ കെട്ടിടം ഒരു പോലീസ് സ്റ്റേഷനാണ്. അതും അവിടുത്തെ ലോക്കപ്പിന്റെ മുകളിലുള്ള തട്ടിലാണ് ഈ സാധനം ഉണ്ടാവുന്നത്. അങ്ങനെ ജഗതി പിന്നീട് ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ജയിലിൽ പോകാനുള്ള ഒരു ശ്രമമാണ്. അതിനുവേണ്ടി അയാൾ ഒരുപാട് കോമഡികളൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് ഈ കഥ നീളുന്നത്. എൻ്റെ മുഴുവൻ കഥകൾ ഞാൻ ഓർക്കുന്നില്ല. എന്നാലും കുറേ ഭാഗങ്ങൾ നമുക്ക് ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. ഞാനിത് പറയാൻ കാരണം ഈ കഥയിലുള്ള പ്രധാന കഥാപാത്രമായ പ്രതിമ ജഗതിയുടെ കയ്യിലെത്തുന്നതോടുകൂടി ജഗതിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും തല്ലും മടിയും ഇതൊക്കെയാണ് അതിനെ രസകരമാക്കുന്നത്. ഈ മൊട്ടത്തലയൻ പ്രതിമയുടെ കഥ സാങ്കല്പികമാണെങ്കിലും ഈ പ്രതിമ ഇപ്പോൾ ഗസയിലുണ്ട്. ഗസയിലെ ജനങ്ങളാണ് ആ മൊട്ടത്തലയൻ പ്രതിമ. ഈ പ്രതിമ നെതന്യാഹുവിന്റെ കയ്യിലാണ് ഉള്ളത്. നെതന്യാഹു ആണ് ഇതിൽ ജഗതി. ഇത് കയ്യിലുള്ള കാലം മുതൽ ഇസ്രായേൽ മുടിഞ്ഞ് കുത്തുവാള എടുത്തിരിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ പിടിമുറുക്കിയതിനു ശേഷം യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ജീവിതം ഇസ്രായേലികളെ കാലങ്ങളായി വീർപ്പുമുട്ടുകയാണ്. ചുറ്റുമതിൽ കെട്ടി എത്ര സുരക്ഷിതമായി കഴിയാമെന്ന് വിചാരിച്ചാലും എവിടെ നിന്നെങ്കിലും തലക്കെട്ട് കിട്ടുന്ന ഒരു കല്ലേറെങ്കിലും ഓരോ ഇസ്രായേലികളും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ലോകത്ത് ആർക്കും ഈ ഗതികേടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഗസ എന്ന പ്രതിമ മൂലമുള്ള ശല്യം കൂടിയപ്പോൾ ഗസക്കാരെ ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ജഗതിയെ പോലെ തലയിൽ ചുമന്ന് നടക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. ഗസയിലെ ലക്ഷക്കണക്കിനുള്ള ആളുകളെ എങ്ങോട്ടെങ്കിലും നാട് കടത്തി ആ സ്ഥലം സ്വന്തമാക്കുക എന്നതിലുപരി ഇസ്രായേലിന്റെ മേലുള്ള ഗസക്കാരായ ഹമാസിന്റെ ഭീഷണി ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിൽ ശാശ്വതമായ ഒരു സമാധാനം നേടാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. എന്നാൽ ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടും ഗസക്കാരായ ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ ജഗതിക്ക് പറ്റിയതുപോലെ നെതന്യാഹുവിനെ വിട്ടുപോകാൻ തയ്യാറാവാതെ അയാൾക്കും അയാളുടെ രാജ്യത്തിനും കഷ്ടകാലം വിതച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. രാജ്യത്തിന് സംഭവിച്ച സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് സൈനികരെയുമാണ് നെതന്യാഹുവിന് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിലും വലുതായി ഇത്രയും കാലം കൂടെ നിന്ന് സഹായിച്ച അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ കൈവിടുന്നതാണ് നെതന്യാഹുവിനെ ഏറെ ദുഃഖിപ്പിക്കുന്നത്. സുഹൃത്തുക്കളായ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ നെതന്യാഹുവിനെ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കയ്യിലുള്ള പണവും ആയുധങ്ങളും എല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഗസയെ ആക്രമിക്കാനും അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാനും ആയുധങ്ങൾക്കായി ട്രംപിനെ സമീപിക്കാനാവാതെ വന്നിരിക്കുകയാണ്. അതിന് കാരണം ട്രംപ് പലതവണ പറഞ്ഞതാണ്, നിങ്ങൾ ഗസയിലെ ആക്രമണം നിർത്തണം, എന്നിട്ട് നിങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചെടുത്തുകൊണ്ട് പലസ്തീനെ സ്വതന്ത്രമാക്കുകയോ അതിലല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാര മാർഗം തേടുകയോ ചെയ്യാൻ പറഞ്ഞിട്ടും നെതന്യാഹു അതൊന്നും കേൾക്കാതെ വർദ്ധിച്ച വീര്യത്തോടെ പകയോടെ ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗസയെ ഇനി എന്താണ് ആക്രമിക്കാനുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അവിടുത്തെ ജനങ്ങൾ ടെന്റടിച്ച് മരുഭൂമിയിൽ കിടക്കുകയാണ്. അവർക്ക് മേലെയാണ് ഇപ്പോൾ ഈ നെതന്യാഹു ആക്രമണം നടത്തുന്നത്. ഇങ്ങനെ ട്രംപ് പറഞ്ഞ ഒരു കാര്യങ്ങളും അനുസരിക്കാത്തത് കൊണ്ട് ട്രംപിൽ നിന്ന് ഇനി ആയുധങ്ങൾ നെതന്യാഹുവിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. നെതന്യാഹുവിനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് തോന്നിയതുപോലെ ചെയ്യട്ടെ എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. എന്നാൽ വരാൻ പോകുന്ന ദുരന്തം ഇനിയും ആയുധങ്ങൾ കിട്ടിയില്ലെങ്കിൽ കേവലം 1 മാസം പോലും പിടിച്ചു നിൽക്കാനാവില്ലെന്നും ആയുധങ്ങളില്ലാത്ത ഇസ്രായേലിനെ ഹമാസും ഹൂത്തികളും ആക്രമണങ്ങൾ കൊണ്ട് പൂർണ്ണമായും നശിപ്പിച്ച് കളയും എന്ന് നെതന്യാഹു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുൻപായി എത്രയും വേഗം ഗസക്കാരെ എങ്ങോട്ടെങ്കിലും നാട് കടത്തണമെന്ന് നെതന്യാഹു ഇപ്പോൾ അതികഠിനമായി ചിന്തിക്കുകയാണ്. ഈ ഗസക്കാരെ ഏറ്റെടുക്കാനും ഈ വയ്യാവേലി ഒഴിവാക്കാനും വേണ്ടി അയാൾ 6 മാസങ്ങൾക്ക് മുമ്പ് ഈജിപ്തിനെയും ഈ ജോർദാനെയും ഒക്കെ സമീപിച്ചിരുന്നു. വലിയ തുകകളും മറ്റ് ഗിഫ്റ്റുകളും ഭാവിയിലെ സഹായ വാഗ്ദാനങ്ങളും എല്ലാം
ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ ജോർദാനെയും ഈജിപ്തിനെയും നെതന്യാഹു സമീപിച്ചത്. ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലുമായി വളരെയധികം സൗഹൃദത്തിൽ കഴിയുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഗസക്കാരെ ഈജിപ്തും ജോർദാനും എല്ലാം ഏറ്റെടുത്ത് തങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുമെന്ന്. എന്നാൽ അവർ ഈ നെതന്യാഹുവിനെ കൈവിടുകയാണ് ഉണ്ടായത്. ഒരു അഭയാർത്ഥിയെ പോലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് അവർ നെതന്യാഹുവിനെ അറിയിച്ചത്. അതിന് ബന്ധമൊലിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ പണിയൊന്നും പറ്റില്ല, അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നവർ തീർത്ത് പറയുന്നതോടെ നെതന്യാഹു അതിൽ നിന്ന് പിൻവലിഞ്ഞു. അടുത്തത് അങ്ങകലെ ഇന്തോനേഷ്യയിലേക്ക് നാട് കടത്താനാണ് പദ്ധതി ഇട്ടത്. എന്നാൽ ഇസ്രായേലും ഇന്തോനേഷ്യയുമായി കാര്യമായ യാതൊരു ബന്ധങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ അക്കാര്യം നിരസിക്കാൻ പറ്റി. അങ്ങനെയൊന്നും ഞങ്ങളൊന്നും അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് തന്നെ ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഇനി ഞങ്ങൾ അഭയാർത്ഥികളും കൂടെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവസാനം തള്ളിക്കളഞ്ഞു. പിന്നെ അയാൾ സൗദി അറേബ്യയിലേക്ക് ബലമായി മാറ്റുക എന്നൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. എന്നാൽ അത് ഏറ്റവും അപകടം പിടിച്ച പണിയാണെന്ന് നെതന്യാഹുവിനും ഈ ട്രംപിനും ഒക്കെ പിന്നീട് മനസ്സിലാവുന്നതോടെ അവർ ആ പദ്ധതിയും ഉപേക്ഷിക്കാനുണ്ടായത്. അതും കഴിഞ്ഞപ്പോഴാണ് ആഫ്രിക്കയിലേക്ക് തിരിയാമെന്നുള്ള ചിന്ത നെതന്യാഹുവിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഈ ഗസയിലുള്ള ആൾക്കാരെല്ലാം ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ കയറ്റി ആഫ്രിക്കയിലേക്ക് തള്ളിവിടാമെന്നാണ് അയാൾ കരുതിയിരുന്നത്. അതിനുവേണ്ടി അയാൾ സുഡാൻ, സോമാലിലാൻഡ്, സൗത്ത് സുഡാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് വലിയ ഓഫർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ പണവും സമ്പത്തും ഒക്കെ തരാം, ഈ അഭയാർത്ഥികളെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടും ഈ ജന്മനാട്ടിൽ നിന്നും ഗസക്കാരെ ബലമായി പറിച്ചെറിയാനുള്ള ഇസ്രായേലിലെ ഈ അനീതിക്ക് കൂട്ടുനിൽക്കാൻ വയ്യാത്തത് കൊണ്ടും ഞങ്ങൾ പട്ടിണിയാണെങ്കിലും ഞങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെ കൈയൊഴിയുകയാണ് ഈ രാജ്യങ്ങൾ ചെയ്തത്. അങ്ങനെ അവസാന പ്രതീക്ഷയായി ലിബിയയിലേക്ക് ഇവരെ നാട് കടത്താമെന്ന് കരുതി അവരെ സമീപിച്ചെങ്കിലും അവരും അടിച്ചോടിക്കുകയാണ് ഉണ്ടായത്. ഈ ലിബിയ എന്ന് പറയുന്നത് ഈ അമേരിക്കയും ഇസ്രായേലും എല്ലാം കൂടി തകർത്ത് തരിപ്പണമാക്കിയ ഒരു രാജ്യമാണ്. അവർ വളരെയധികം സമാധാനത്തിലും സന്തോഷത്തിലും സമ്പന്നതയിലും കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ്. അത് ഗദ്ദാഫിയുടെ ഭരണകാലത്താണ്. അവിടെ ഈ അമേരിക്കയും ഇസ്രായേലും എല്ലാം ചേർന്ന് ഈ ഭരണകൂടത്തിനെതിരായി വിമതരെ ഉണ്ടാക്കി ഈ ഗദ്ദാഫിയെ തല്ലിക്കൊല്ലുകയും എല്ലാം ചെയ്തുകൊണ്ട് ആ രാജ്യം കുട്ടിച്ചോറാക്കി ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ടത്തെ ആൾക്കാർക്ക് ലിബിയയിലേക്ക് പോവുക, ഒരുപാട് പണം ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ലിബിയ വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രമായിരുന്നു. ഇന്ന് വെറും പിച്ചയാണ്. അതിന് കാരണം ഇവന്മാർ രണ്ടുപേരുമാണ്. സിറിയയിൽ ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് വളരെ അന്തസ്സായി ജീവിച്ചുകൊണ്ടിരുന്ന സിറിയ അസദിന്റെ ഭരണകൂടത്തെ തല്ലിപ്പറിച്ച് ഒരു തീവ്രവാദിയെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് അവരവർക്ക് തോന്നിയ പോലെ ആക്രമിച്ച രാജ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ട് മാക്സിമം ശ്രമിച്ചിട്ടും ഗവൺമെന്റ് വളരെ ശക്തമായതുകൊണ്ട് അവിടുത്തെ വിമതരെ എല്ലാവരും അടിച്ചൊതുക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്ത് അതിനെ പ്രതിരോധിച്ചു നിൽക്കുകയാണ്. ആ രാജ്യം എങ്ങനെയെങ്കിലും ദുർബലമാക്കിയിട്ട് വേണം അവിടെയും ഇറാഖിനെയും ലിബിയൊക്കെ പോലെ തകർത്ത് വാരി തരിപ്പണം അടിക്കാൻ, ആ ജനങ്ങളെ പട്ടിണിയിലേക്ക് ആക്കണം. അങ്ങനെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ദരിദ്രമാക്കുക എന്നൊരു അജണ്ട ഇവരുടെ എല്ലാം മുന്നിലുണ്ട്. ഗസയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഗസയിലെ ആൾക്കാരെ എങ്ങോട്ടെങ്കിലുമൊക്കെ തള്ളിവിട്ടിട്ട് ആ സ്ഥലം പിടിച്ചെടുത്ത് അവിടെ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് അവിടുന്ന് പണം കൊയ്യാമല്ലോ. എന്നാൽ പിറന്ന നാടിന് വേണ്ടി ബലം പിടിച്ചു നിൽക്കുന്ന ഗസക്കാരെ അവർക്ക് ഒരിക്കലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയില്ല. അവരതിന് പോകാൻ തയ്യാറാവുകയില്ല. മരിച്ചെങ്കിൽ കിടക്കുന്നത് നിങ്ങൾ മരിക്കും, പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് പോവില്ല എന്നൊരു നിലപാടാണ് അവർ ഈ പോരാടുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം. ഗസയോ ഗസയിലെ ജനങ്ങളെയോ ആക്രമിച്ച് നശിപ്പിക്കുക എന്നതല്ല പരിഹാരമെന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നെതന്യാഹുവിനെ ഉപദേശിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇസ്രായേലിന് ശാശ്വതമായ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ പലസ്തീനെയും ഗസയെയും വെറുതെ വിടണമെന്നാണ് ഈ ലോകരാഷ്ട്രങ്ങൾ നെതന്യാഹുവിനോട് പറയുന്നത്. നെതന്യാഹു അതനുസരിക്കാൻ തയ്യാറാവാതെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളും അയാളുടെ ജനതയും ലോകത്ത് കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ട് വളരെയധികം ഭയന്നാണ് കഴിയുന്നത് ഈ ഇസ്രായേലി ജനതകൾ, ജൂതർ. എന്നാൽ നെതന്യാഹുവിനെ അതൊന്നും ബാധിക്കുന്നില്ല. അയാൾ കഴിവതും ബലമായി തന്നെ ഈ ഗസക്കാരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും അത് പിടിച്ചെടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനത 100 കൊല്ലം പോരാടിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും സ്വന്തം രാജ്യത്തെ സ്വതന്ത്രമാക്കിയെന്ന് ഓർക്കണം. ഇന്ത്യക്കാരെ തല്ലാനും കൊല്ലാനും മടിയില്ലാതെ അതിക്രൂരമായി ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചിട്ടും അതെല്ലാം സഹിച്ച് ഈ ബ്രിട്ടീഷുകാരെ വളരെയധികം അസ്വസ്ഥരാക്കി. അതായത് അവരൊക്കെ അനങ്ങാൻ കഴിയാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം നടത്തി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. അവരെ പുറത്താക്കി എന്ന് പറയുന്നതാണ് സത്യം. കാരണം അവർക്ക് നിക്കക്കള്ളിയില്ല, ഒരു വിധത്തിലും അനങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഞെങ്ങി ഞെരുങ്ങിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാവിധ അഭ്യാസങ്ങളും ബ്രിട്ടീഷുകാർ പയറ്റിയിട്ടും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യ നേരിട്ട അതേ പ്രതിസന്ധിയുടെ തനിയാവർത്തനമാണ് ഗസയിൽ ഇപ്പോഴുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും മറ്റ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും
വിജയത്തിൻ്റെയും സഹനത്തിൻ്റെയും ചരിത്ര സ്മരണകൾ ഈ ഗസക്കാരുടെയും അല്ലെങ്കിൽ പലസ്തീനികളുടെയും മുന്നിലുണ്ട്. അവർ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ പോരാട്ട ചരിത്രത്തെ അവർ പാഠപുസ്തകമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വിജയം ഈ പലസ്തീന് അല്ലെങ്കിൽ ഗസയ്ക്ക് ഉണ്ടാവും എന്നവർ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്, ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട്. 50,000-ഓ 1,00,000-ഓ ആളുകൾ മരിച്ചാൽ പോലും അടുത്ത തലമുറയ്ക്ക് അതൊരു ലാഭകരം തന്നെയാണ്. അവർക്ക് പിന്നെ സ്വതന്ത്രമായും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇന്ന് ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ പിൻബലം നഷ്ടപ്പെട്ട ഇസ്രായേൽ തളരുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലികൾക്ക് ഇന്ന് വിജയ പ്രതീക്ഷകൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഗസക്കാർ എന്ന ജൂനിയർ മാൻഡ്രേക്കിനെ ആരെങ്കിലും എൻ്റെ തലയിൽ നിന്ന് ഇറക്കി വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിളിച്ചു പോകി റോഡിലൂടെ നടക്കുകയാണ്. ലോകം മുഴുവൻ അയാൾ അന്വേഷിച്ച് നടക്കുകയാണ്. ആരെങ്കിലും ഇവരെ ഏറ്റെടുക്ക്, എന്നിട്ട് ഈ സ്ഥലം ഒന്ന് ഫ്രീ ആക്കിത്താ, ഞങ്ങൾ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. എത്ര വലിയ ലോട്ടറി ആണെങ്കിലും ഈ മാൻഡ്രേക്കിനെ ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. കഷ്ടകാലം ചോദിച്ചു വാങ്ങാൻ ആരും തയ്യാറാവില്ലല്ലോ. ഇത് നെതന്യാഹു മാത്രം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അയാൾക്ക് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. അതല്ലാതെ ഗസക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ആ രാജ്യം സ്വന്തമാക്കാമെന്ന് കരുതുന്നത് വെറുതെയാണ്. പലസ്തീൻ ചിരിക്കാതെ ലോകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.